പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മോഹൻ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ രാഹുലിനെ ചെന്ന് കണ്ട്, നീ എന്തിനാടാ എൻ്റെ മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ആ കുഞ്ഞ് നിന്റെ കൂടി കുഞ്ഞല്ലേ. ഒരു കുഞ്ഞിനോടാണോ നീ ഇങ്ങനെ കാണിക്കുന്നത്? എന്ത് അച്ഛനാടാ നീ? ഇത് കേട്ട് രാഹുൽ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. തനിക്കെതിരായി ഈശ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇഷയ്ക്കൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ, ഓ, അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ? എങ്കിലിനി സത്യങ്ങൾ ഞാൻ പറയാം. അച്ഛൻ കാര്യങ്ങൾ അറിയാതിരിക്കരുത്. ഇനിയെങ്കിലും അച്ഛൻ സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ. ഇഷ നമ്മളെ എല്ലാവരെയും ചതിക്കുകയാണ്. എന്ത്? നീ എന്താടായി പറയുന്നേ? അതെ, ഇഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലേ? അച്ഛൻ പോലും അങ്ങനെയല്ലേ വിചാരിച്ചിരിക്കുന്നത്? അതെ, അത് നിന്റെ കുഞ്ഞ് തന്നെയല്ലേ? അല്ല, അത് എൻ്റെ കുഞ്ഞല്ല എന്നതാണ് സത്യം. പിന്നെ ആരുടേതാണ് ആ കുഞ്ഞ്? എനിക്കറിയണം. ആ കുഞ്ഞ് അഭിഷേകിൻ്റെതാണ്. ഞാനും അവളുമായി യാതൊരു ഫിസിക്കൽ റിലേഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുക? രാഹുലെ, നീ എൻ്റെ മകളെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. നീ എന്താണ് പറയുന്നത് എന്ന് നിനക്ക് ബോധ്യമുണ്ടാകണം. അച്ഛാ, എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. അല്ലാതെ ഒരു ഇമോഷൻ്റെ പുറത്ത് പറയുന്നതല്ല കാര്യങ്ങൾ എന്ന് അച്ഛൻ ആദ്യം മനസ്സിലാക്കണം. ഞാൻ എല്ലാ സത്യവും അറിഞ്ഞതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. എനിക്ക് എല്ലാ കാര്യവും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞല്ല അവളുടെ വയറ്റിൽ വളരുന്നത് എന്ന്. അവളോട് തന്നെ അച്ഛൻ ചോദിച്ചു നോക്ക് ആരുടെ കുഞ്ഞാണെന്ന്. ആ കുഞ്ഞ് എൻ്റേതാണ് എന്നുള്ള കാര്യം ഏറ്റവും അവസാനമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യം അവൾക്കും കൃത്യമായി അറിയാമായിരുന്നു. എടാ, എൻ്റെ മകളെ പറ്റി നീ അനാവശ്യം പറയുന്നോടാ. അച്ഛാ, ഷർട്ടിൽ നിന്ന് കൈയെടുക്ക്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ അച്ഛന് ചോദിക്കാം. അവളെ വിളിച്ച് എൻ്റെ മുന്നിൽ നിർത്തി തന്നെ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സ്വന്തം കുഞ്ഞാണ് എങ്കിൽ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുമോ? അച്ഛൻ തന്നെ പറ. നമുക്കും അഭിമാനമുണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അതല്ലേ വലുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടുള്ളത്. അച്ഛന് സംശയമുണ്ട് എങ്കിൽ അച്ഛൻ്റെ മകളോട് തന്നെ ചോദിക്കാം, ആ പിഴച്ചവളോട്. ഇതോടെ വാശി കയറിയിരിക്കുകയാണ് ഇപ്പോൾ മോഹന്. ഇഷ, ഇഷ. ഇതോടെ വീട്ടിലെ വേലക്കാരി ശബ്ദം കേട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇഷയില്ലേ റൂമിൽ? എനിക്ക് അവളെ കാണണം. ഇഷ കുഞ്ഞ് പുറത്തു പോയല്ലോ. അവൾ എവിടേക്കാ പോയത്? അത് അത് പിന്നെ, ഓ, അവൾ മറ്റെവിടേക്കുമല്ല പോയത്. ആ അഭിഷേകിനെ കാണാനായിരിക്കും. അച്ഛാ, ഞാൻ എൻ്റെ കുഞ്ഞല്ലല്ലോ. ആ കുഞ്ഞിൻ്റെ അച്ഛനെ കാണേണ്ടത് അവളുടെ ആവശ്യമല്ലേ? അതുകൊണ്ട് തന്നെ അവൾ ആ കുഞ്ഞിൻ്റെ അച്ഛനെ കാണാൻ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവളെ കുറ്റം പറയാനും സാധിക്കുകയില്ല. ഇതോടെ റാമോഹന് വാശി കൂടിയിരിക്കുകയാണ്. സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാകൂ. എന്തായാലും ഞാൻ അവളെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇഷ വന്നതിനെ തുടർന്ന് ഇഷയുടെ മുന്നിലേക്ക് ചെല്ലുന്ന റാംമോഹൻ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ്. ഇഷ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണ്? ഇത് കേട്ട് ഇഷയാകെ പകച്ചു പോവുകയാണ്. എന്ത്? അച്ഛ, എന്ത് പറ്റി? എനിക്ക് സത്യങ്ങൾ അറിയണം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ അഭിഷേകാണോ? ഇപ്പോൾ തന്നെ നീ സത്യം പറഞ്ഞേ മതിയാകൂ. ഇതോടെ ഇഷയാകെ പകച്ചു പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇഷ. ഒടുവിൽ
രാഹുലും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് രാഹുൽ തന്നെ ചതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇഷ. ഒടുവിൽ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് തയ്യാറാകുന്ന ഇഷ. അതെ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുലല്ല, അഭിഷേകാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിപ്പോവുകയാണ് ഇപ്പോൾ റാം മോഹൻ. Do like, share and subscribe.